നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ കാര്യമല്ല. ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ചാണ്. മാർച്ച് 26 മുതൽ ഏകദേശം 54 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക യോഗം ആരംഭിക്കുന്നു. അതാണ് ഗജകേസരി യോഗം. ജ്യോതിഷം പറയുന്നത് പോലെ ഗ്രഹങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ മാറുമ്പോൾ അതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലും പതിയും. അങ്ങനെ വരുന്ന സ്വാധീനങ്ങളിൽ ഏറ്റവും ശക്തമായതിൽ ഒന്നാണ് ഈ ഗജകേസരി യോഗം. ഈ യോഗം മാർച്ച് 28-ന് ഏറ്റവും ശക്തമായ അവസ്ഥയിലെത്തും. വ്യാഴം മിഥുനം രാശിയിലൂടെയും ചന്ദ്രൻ അതേ മിഥുനത്തിലേക്കും വരുന്ന ഈ സമയത്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാറാം. പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന പോലെ സമയം കൂടിയാണിത്. ഇത് ഗജകേസരി യോഗം ഏകദേശം 54 മണിക്കൂർ തുടരും. ഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. വ്യാഴനും ചന്ദ്രനും ചേർന്നുണ്ടാകുന്ന ഈ യോഗം ജീവിതത്തിൽ പലവിധ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. മിഥുന രാശിയിൽ വ്യാഴമുള്ളതിനാൽ ഈ യോഗം ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ശക്തമായി ഫലം നൽകും. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറിത്തുടങ്ങും. നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗത്തിന്റെ ഫലമുണ്ട് എങ്കിൽ ഇത് നിങ്ങളെ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന സമയമാണ്. ഈ സമയത്ത് സാമ്പത്തികമായി ഉയരാൻ, വരുമാനം വർദ്ധിക്കാൻ, സമൂഹത്തിൽ പേര് കേൾക്കാൻ, വലിയ നേട്ടങ്ങൾ നേടാൻ ഇതിനെല്ലാമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഗ്രഹനില ഒന്ന് നോക്കിയാൽ സൂര്യൻ മീനം രാശിയിലാണ്, ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭം രാശിയിലാണ്. കേതു ചിങ്ങത്തിലാണ്. ശനി മീനം രാശിയിൽ തുടരുന്നു. വ്യാഴം മിഥുനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ച് 25 വൈകുന്നേരം മുതൽ ബുധനും ശുക്രനും കുംഭത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 4 മാസമായി ഉണ്ടായിരുന്ന ചില ദോഷഫലങ്ങൾ ഈ ആഴ്ച അവസാനിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഈ സമയം മുന്നോട്ടുള്ള ഒരു നല്ല തുടക്കമായി കണക്കാക്കാം. ഈ ആഴ്ചയുടെ ഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ബാധകമാണ്. നമുക്ക് ഓരോ നക്ഷത്രമായി നോക്കാം. അശ്വതി, ഈ ആഴ്ച നിങ്ങൾക്ക് ആരോഗ്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. വാഹനവുമായി ബന്ധപ്പെട്ട ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടും. അലച്ചിൽ കൂടുതലായിരിക്കും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ഫലം ലഭിക്കും. ഇൻഷുറൻസ്, ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രം, ഇന്റർവ്യൂ, ചർച്ചകൾ, മത്സരങ്ങൾ ഇവയിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. യാത്രകൾക്കും ചെലവുകൾക്കും സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരാം. അല്പം തിരക്കേറിയ സമയമായിരിക്കും. കാർത്തിക നക്ഷത്രം, കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാം. കടമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരാം. വാഹനയാത്രയിൽ വളരെ ശ്രദ്ധ വേണം. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത ആവശ്യമുണ്ട്. രോഹിണി നക്ഷത്രം, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. പഴയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിന്നുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ വൈകിപ്പോകൽ അനുഭവപ്പെടും. ഒന്ന് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത് രോഹിണി നക്ഷത്രക്കാർക്ക്. മകീര നക്ഷത്രം, നിങ്ങൾക്ക് ബിസിനസ്സിൽ താമസം അനുഭവപ്പെടാം. സഹോദരങ്ങളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവസരങ്ങൾ ലഭിക്കും, പക്ഷേ നഷ്ടസാധ്യതയും കൂടെയുണ്ട്. ബന്ധങ്ങളിൽ താൽക്കാലിക അകലം വരാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രം, നിങ്ങൾക്ക് ബന്ധങ്ങളിൽ വൈകിപ്പോകൽ അനുഭവപ്പെടും. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മന്ദഗതിയിലായിരിക്കും. പുണർദം നക്ഷത്രം, നിങ്ങൾക്ക് യാത്രകൾ ഒന്നിലധികം ഉണ്ടാകാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പാക്കിയ വഴികളിൽ തന്നെ ഉയർച്ച താഴ്ചകൾ കാണാം. ജോലി ചെയ്യുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ അവസരം ലഭിക്കാം. നിങ്ങൾക്ക് ഭാഗ്യം കൂടുന്ന സമയം തന്നെയാണിത്. ദൈവാനുഗ്രഹം ലഭിക്കുന്ന സമയം എന്ന് പറയാം. പൂയം നക്ഷത്രം, രോഗബാധ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കാം.
പ്രണയത്തിലുള്ളവർക്ക് ഈ ആഴ്ചയ്ക്ക് ശേഷം ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കോപം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിദേശത്തു നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാനും സാധ്യതയുണ്ട്. ആയില്യ നക്ഷത്രം, ഈ ആഴ്ച നിങ്ങൾക്ക് കഫ സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കയ്യിൽ ഉള്ള പണം മറ്റാവശ്യങ്ങൾക്ക് ചെലവാക്കേണ്ടി വരും. മാനസികമായി ക്ഷീണം അനുഭവപ്പെടാം. മകം നക്ഷത്രം, കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പഴയ ബന്ധങ്ങൾ ശരിയായ നിലയിൽ തുടരാതിരിക്കാം. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസ്വസ്ഥത തോന്നാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാം. പൂരനക്ഷത്രം, വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കാം. ജോലിയിൽ എതിർപ്പുകൾ കൂടാം. ലാഭം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്രതീക്ഷിതമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഉത്രനക്ഷത്രം, വാഹനം അല്ലെങ്കിൽ ഭൂമി വാങ്ങാനുള്ള തീരുമാനം കുറച്ച് നീട്ടുന്നത് നല്ലതാണ്. ആഡംബര വസ്തുക്കളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പാവപ്പെട്ടവരെ സഹായിച്ചാലും അതിന്റെ ഫലം കിട്ടാതിരിക്കും. അത്തം നക്ഷത്രം, കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ അവസരം ലഭിക്കും. നല്ല കാര്യങ്ങൾ നടക്കും. സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിത്ര നക്ഷത്രം, ഇന്റർവ്യൂ വഴി ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രൊഫഷണൽ ജോലികൾ ലഭിക്കാം. പ്രണയത്തിലുള്ളവർക്ക് മുതിർന്നവരുടെ പിന്തുണ ലഭിക്കും. സന്താനയോഗമുണ്ടാകാം. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ചോതി, നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ കുറയും. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ അവസരം ലഭിക്കും. വിവാഹിതർക്ക് നല്ല ഫലം ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വളരെ നല്ല സമയമാണ്. യാത്രകളിലൂടെ പുരോഗതി ഉണ്ടാകും. വിശാഖം നക്ഷത്രം, ഈ ആഴ്ച യാത്രകൾ കൂടുതലായിരിക്കും. രോഗബാധിതയുള്ളവർക്ക് ആശ്വാസം ലഭിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട അലർജികൾ കുറയും. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. അനാവശ്യ കാര്യങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധിക്കണം. അനിഴം നക്ഷത്രം, മനസ്സിലെ നിരാശകൾ മാറും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. നല്ല സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് ബന്ധങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കും. ഇത് ഭാഗ്യകരമായ ആഴ്ചയാണ്. തൃക്കേട്ട, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും. പക്ഷേ കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പാലിക്കാൻ കഴിയും. മേലധികാരികളുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കും. മൂലം നക്ഷത്രം, വീട്ടിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതം മെച്ചപ്പെടും. മനസ്സിന് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. വാഹനം വാങ്ങാൻ ആലോചിക്കും. പൂരാടം നക്ഷത്രം, നഷ്ടപ്പെട്ടതായി കരുതിയ കാര്യങ്ങൾ തിരികെ ലഭിക്കും. താമസ സ്ഥലം മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തന്നെ ലഭിക്കും. ചെലവേറിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രം, നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ആഴ്ചയാണ്. വരുമാനം വർദ്ധിക്കും. ഭക്ഷണശീലം മെച്ചപ്പെടും. കടം കുറയ്ക്കാൻ കഴിയും. വിദേശ സഹായങ്ങളും ലഭിക്കും. തിരുവോണം നക്ഷത്രം, വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളി ലഭിക്കും. പക്ഷേ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അവിട്ടം നക്ഷത്രം, ജോലിയിൽ നല്ല ഫലം ലഭിക്കും. വിദേശ സഹായം ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. കടം കുറയും. പണം തിരികെ ലഭിക്കും. ചതയം നക്ഷത്രം, സഹോദരങ്ങൾക്ക് വേണ്ടി ചെലവുകൾ വരാം. ബിസിനസ്സിൽ വിജയം നേടാൻ കഴിയും. നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. പോരുരുട്ടാതി, സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ അവസാനിക്കും. തടസ്സങ്ങൾ മറികടക്കാൻ കഴിയും. ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും. ഉത്രട്ടാതി, സമൂഹത്തിൽ ഉയർച്ച ലഭിക്കും. വാഹനം വാങ്ങാൻ കഴിയും. ബിസിനസ്സിൽ വിജയം നേടും. മികച്ച സ്ഥാനം നേടിയെടുക്കാൻ കഴിയും. രേവതി, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. കലാരംഗത്തുള്ളവർക്ക് നേട്ടം ലഭിക്കും.
പണം സമ്പാദിക്കാനും കഴിയും. വ്യവസായത്തിലും ബിസിനസ്സിലും വളർച്ച ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിഷപ്രകാരം പറയുന്ന ഈ ഫലങ്ങൾ വ്യക്തിഗത ജാതകാനുസൃതമായി മാറാം. എന്നിരുന്നാലും ഈ ഗജകേസരി യോഗകാലം നല്ല ഫലങ്ങൾ നൽകുന്ന സമയം തന്നെയാണ്. സർവേശ്വരൻ എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ.